ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയായിട്ട് മാത്രമാണ് ഇതിനെ കാണുന്നത്. ജനങ്ങൾ ഞങ്ങളെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നീതി കിട്ടണം. ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും സിദ്ധാർത്ഥിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാകും. പൗരാവകാശങ്ങളെയും ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംരക്ഷിക്കുന്ന ഈ ഭരണഘടന ഇല്ലാതാക്കി ഇന്ത്യയിൽ ഏകാധിപത്യം നടപ്പാക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നു. CBI അന്വേഷണത്തിന് ഒരു ആത്മാർത്ഥതയില്ല. അപ്പോൾ ബോധപൂർവം സിദ്ധാർത്ഥന്റെ പ്രതികളെ രക്ഷിക്കാനും ആ കേസ് തേച്ചു മായ്ച്ചു കളയാനും ഗവൺമെന്റ് ശ്രമിക്കും. നമസ്കാരം. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ഇരുവരും, രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ അടൂർ പ്രകാശും മറുനാടൻ മലയാളിയോട് പ്രതികരിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം MP എന്ന നിലയിൽ ആറ്റിങ്ങലിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് അദ്ദേഹം. പാർലമെന്റിനകത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിർത്താനുള്ള പോരാട്ടങ്ങളിൽ മുന്നണി പോരാളിയായിരുന്നു ശ്രീ അടൂർ പ്രകാശ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തുകയും കേരളത്തിൻ്റെ പൊതുവായ ആവശ്യത്തിന് വേണ്ടിയും ആറ്റിങ്ങൽ പാർലമെൻറ്റിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും അക്ഷീണം യത്നിച്ചിട്ടുള്ള അദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മതേതരത്വത്തിന് നേരെ ഉയർന്നു വരുന്ന വെല്ലുവിളിയാണ്. BJPയും RSSും രാജ്യത്തെ വെട്ടിമുറിക്കാൻ ആഗ്രഹിക്കുന്നു, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു, ഹിന്ദുവും മുസൽമാനും തമ്മിൽ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് രാജ്യത്തെ തകർക്കാനായി ശ്രമിക്കുന്നു. BJPക്ക് ഇനിയും ഭൂരിപക്ഷം കിട്ടിയാൽ ഇന്ത്യയുടെ ഭരണഘടന തന്നെ മാറ്റി എഴുതുമെന്ന് കേന്ദ്രമന്ത്രിമാർ പ്രഖ്യാപിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടന ഒന്നാണ്. മനുഷ്യാവകാശങ്ങളെയും പൗരാവകാശങ്ങളെയും ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംരക്ഷിക്കുന്ന ഈ ഭരണഘടന ഇല്ലാതാക്കി ഇന്ത്യയിൽ ഏകാധിപത്യം നടപ്പാക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നു. മോഡി ഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാത്ത, റിട്ടയർ ചെയ്യുന്ന സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാത്ത, 52 ലക്ഷം സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പെൻഷൻ കൊടുക്കാത്തൊരു ഗവൺമെൻറ്റാണ്. തെരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ട് 1 മാസത്തെ നക്കാപ്പിച്ച പോലെ കൊടുക്കുകയാണ്. മാർച്ച് 31 കഴിഞ്ഞാൽ വീണ്ടും കടമെടുക്കാം, വേണേ 2 മാസത്തെ കൂടെ കൊടുക്കും. അപ്പോഴും 8 മാസത്തെ കുടിശ്ശികയാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ പറഞ്ഞു പറ്റിക്കുന്ന ഒരു ജനവിരുദ്ധമായ ഗവൺമെൻറ്റാണ് ഇടതുമുന്നണി ഗവൺമെൻറ്. എങ്ങനെ ആളുകൾ ഇടതുമുന്നണി കൂട്ടിക്കും? അപ്പം അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ പറഞ്ഞാൽ നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും ജനങ്ങൾ മടുത്തിരിക്കുക. ഈ 2 ഭരണാധികാരികൾക്കുമെതിരെയുള്ള ഏറ്റവും ശക്തമായ ജനകീയ മുന്നേറ്റം നമുക്ക് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും. അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ഇവിടെ കഹാർ സൂചിപ്പിച്ച പോലെ നമ്മൾക്ക് പ്രവർത്തനം ഗ്രാമങ്ങളിലും വീടുകളിലുമാകണം, അല്ലാണ്ട് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലല്ല. നിർവഹിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ്. അത് ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല, നമ്മുടെ പ്രിയങ്കരനായ മുൻ പാർലമെന്റ് അംഗവും മുൻ DCC പ്രസിഡന്റുമായ ശ്രീ പീതാംബരക്കുട്ടനായിരുന്നു പ്രകാശനം. ഇന്നലെ തന്നെ ആ ഒരു സസ്പെൻഡ് ചെയ്ത എല്ലാവരും തിരിച്ചെടുത്തിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ സാറിൻ്റെ നിലപാടെന്താണ്? ഈ രീതിയിൽ ഒരു ആളെ റാഗ് ചെയ്ത് കൊന്നതിന് ശേഷവും വീണ്ടും കുറ്റവാളിയെ സംരക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യങ്ങൾ. സാറെന്താ പറയുക? സിദ്ധാർത്ഥിൻ്റെ കുടുംബം എന്ന് വെച്ചാൽ രക്ഷകർത്താക്കൾക്ക് അവർക്കൊരു നീതി കിട്ടുന്നില്ല എന്ന്
പൂർണ്ണമായി എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമുള്ള പത്രങ്ങളെടുത്ത് വായിച്ചാൽ അതിൻ്റെ പൂർണ്ണ രൂപം കിട്ടും. അവരെ എല്ലാവരെയും തന്നെ സംരക്ഷിക്കുന്നത് ആരാ? വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കുറ്റവാളികളെ സംരക്ഷിച്ച് മുമ്പോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. CBI അന്വേഷണം പ്രഖ്യാപിച്ചു. ആ CBI അന്വേഷണത്തിലേക്ക് യാതൊരു നടപടികളും ഇതുവരെയും ആയിട്ടില്ല. ഇത് ജനങ്ങൾ ഈ ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയായിട്ട് മാത്രമാണ് ഇതിനെ കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിന് നീതി കിട്ടണം. ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞങ്ങളെല്ലാവരും സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാകും. അതുപോലെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ പിൻവാതിൽ നിയമനം, അനധികൃത നിയമനം. ഇപ്പോൾ തന്നെ ഓംബുഡ്സ്മാൻ ചിറയൻകീഴ് താലൂക്ക് ഹോസ്പിറ്റലിലെ 102ഓളം നിയമനങ്ങൾ റദ്ദായി. ഇതിങ്ങനെ തോന്നുന്നു ഒരു താലൂക്ക് ഹോസ്പിറ്റലിലാണ് ഇത്രയും 102ഓളം നിയമനങ്ങൾ. അപ്പോൾ നമ്മുടെ കേരളം ഒട്ടാകെ എന്തുമാത്രം അനധികൃത നിയമനങ്ങളായിരിക്കും നടന്നിരിക്കുക. ഈ പിൻവാതിൽ നിയമനം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു മുഖമുദ്രയായി മാറിയിരിക്കുകയാണ്. ആ മുഖമുദ്ര എന്ന് പറയുമ്പോൾ പിൻവാതിലിലൂടെ ആളുകളെ നിയമിക്കുക, അത് അവരുടെ പാർട്ടിക്ക് അനുയോജ്യമായിട്ടുള്ള ആളുകളെ മാത്രം നിയമനം കൊടുക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ സത്യത്തിന് നിയമപരമായിട്ടുള്ള ഒരു കാര്യമാണ്. നിയമപരമായി ഉള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ എംപ്ലോയ്മെൻറ്റിൽ നിന്നും പേരുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളെ അതിന് അനുസരിച്ച് അവരെ വിളിക്കണം. അവരെ വിളിച്ച് ഇത് ഇൻ്റർവ്യൂ നടത്തി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു. ഇതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ വിഷയങ്ങൾ സത്യത്തിൽ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിറവേറ്റും. കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവുമാണ് മുഖ്യധാരയിൽ മത്സരത്തിൽ നിൽക്കുന്നത്. എന്നാൽ ഇരുവരും കേജ്രിവാളിൻ്റെ വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയും കണ്ടു. ഇത് വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കും? അല്ല, കേജ്രിവാളിൻ്റെ വിഷയം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് ഒരു നീതി പുലർത്തേണ്ട അവസരമാണ്. മുഖ്യമന്ത്രിയാണ് അദ്ദേഹം, ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണകർത്താവാണ്. അപ്പോൾ ആ ഭരണകർത്താവ് എന്നുള്ള നിലയിൽ ആ നീതി കൊടുക്കണം എന്നുള്ള സ്ഥിതിയാണ് ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകമാണ് കേജ്രിവാളിൻ്റെ പാർട്ടി. അപ്പോൾ തീർച്ചയായിട്ടും കേജ്രിവാളിൻ്റെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അതിന് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഫണ്ട് കേന്ദ്ര സർക്കാർ ഫ്രീസ് ചെയ്യുകയാണ്. ഈ ഒരു അവസരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എങ്ങനെ സുഗമമായി മുന്നോട്ട് പോകും? തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം പാർട്ടിയുടെ ഫണ്ട് കംപ്ലീറ്റ് ഫ്രീസ് ചെയ്തിരിക്കുന്നു. അത് EDയെയും മറ്റുള്ള ആളുകളെയും സ്വാധീനിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രം മതി, ഇവിടെ ഈ രാജ്യത്ത് മതി എന്ന ഒരു ചിന്തയുമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മുമ്പോട്ട് പോകുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് കോൺഗ്രസ്. രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ എന്ന് നമ്മൾ കാണുമ്പോൾ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അതിശക്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അന്ന് ഈ പറയുന്ന ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അവരെയൊക്കെ മാറ്റി നിർത്തി എന്നല്ല, അവരുടെയൊക്കെ അഭാവത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനം മാത്രമാണ് അന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടം നടത്തിയത്. ആ പോരാട്ടത്തിലൂടെയാണ് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. സ്വാതന്ത്ര്യം നേടിയെടുത്തതിന് ശേഷം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആസൂത്രിതമായ പല പദ്ധതികളും നടപ്പാക്കിയതിൻ്റെ ഭാഗമാണ് ഇന്ന് മറ്റ് ലോകരാജ്യങ്ങളിൽ തന്നെ നമ്മൾ ഏറ്റവും മുൻപന്തിയിലെത്താനുള്ള അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. MP ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആറ്റിങ്ങലിലേക്കായി അങ്ങ് വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ അല്ലെങ്കിൽ എന്തൊക്കെ സംഭവങ്ങളാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ ഞാനിപ്പോഴേ നേരത്തെ പറയേണ്ട കാര്യമല്ല. ഇവിടെ പല കാര്യങ്ങളും നിറവേറ്റാൻ കഴിഞ്ഞതിൻ്റെ പൂർത്തീകരണം ഉണ്ടാകണം. ആ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ നമ്മളിപ്പോൾ തുടക്കം കുറിച്ച നിരവധി കാര്യങ്ങളുണ്ട്. ആ നിരവധി കാര്യങ്ങൾ അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാകുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. AICCക്ക് ന്യായമായി ചെലവഴിക്കാൻ കഴിയുന്ന ഞങ്ങളുടെ പണം മുഴുവൻ മരവിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥികൾക്കും
പ്രചരണത്തിനും ഫണ്ടില്ലാത്തതുകൊണ്ട് കൂപ്പൺ അടിച്ചു കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുകയാണ്. ജനങ്ങളെ സഹകരണത്തോടെ തെരഞ്ഞെടുപ്പ് അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടല്ലേ? ജനങ്ങൾ അത് ഞങ്ങളെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ വോട്ട് കിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് വിഗ്രഹം കാണിച്ച് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത്. അതൊന്നും നടക്കില്ല. സിദ്ധാർത്ഥൻ്റെ വിഷയത്തിൽ പോലും ഗവൺമെൻറ് CBI അന്വേഷണത്തിന് ഒരു ആത്മാർത്ഥതയില്ല, അത് പെർസ്യൂ ചെയ്യുന്നില്ല. അപ്പോൾ ബോധപൂർവം സിദ്ധാർത്ഥൻ്റെ പ്രതികളെ രക്ഷിക്കാനും കേസ് തേച്ചു മായ്ച്ചു കളയാനും ഗവൺമെൻറ് കോൺഗ്രസിന്റെ ഫണ്ട് ഫ്രീസ് ചെയ്തതിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന പ്രവൃത്തിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടായെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അതുപോലെ തന്നെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ആ കൊലപാതകളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത്. കുറ്റവാളിയെ രക്ഷപ്പെടുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും ഇരുവരും ആരോപിച്ചു. മലയാളം വേണ്ടി ക്യാമറമാൻ JP-ക്കൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.